ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ യെരൂശലേം ദേവാലയത്തെപ്പറ്റി പറയുന്നു. 3-ാമത്തെ വാക്യം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു ചോദ്യമാണ്. അധ്യായം 24:1 മുതൽ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവനവനോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കുമെന്ന് എന്നും നിൻ്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. യേശു കർത്താവിൻ്റെ യെരൂശലേം ദേവാലയത്തെപ്പറ്റിയുള്ള കൺസേൺ, യേശുവിനെ മശിഹ എന്ന് അംഗീകരിക്കാത്ത ദേവാലയത്തിന് സംഭവിച്ചത് ഇന്നും യെരൂശലേം ദേവാലയം പൊളിഞ്ഞു കിടക്കുന്ന കാണാം. എന്നാൽ അത് പണിയപ്പെടും. കർത്താവിൻ്റെ വരവിന് മുമ്പായി സംഭവിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി വേദപുസ്തകവും പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പലരും അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി വേദപുസ്തകം പറയുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും പലരും പറയാറുണ്ട്. എന്നാൽ അത് യേശു പറയുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇത് ഒക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ള പ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവേ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ശവം ഉള്ളിടത്ത് കഴുക്കൽ കൂടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള കൃത്യമായ ലക്ഷണങ്ങൾ ഇവിടെ കൃത്യമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എത്രയോ സൂക്ഷിച്ച് ജീവിക്കണം. ആരാണ് ക്രിസ്തു? എന്താണ് വേദപുസ്തകം? എന്താണ് സുവിശേഷം? എന്താണ് കർത്താവിൻ്റെ വരവ് എന്ന് പഠിക്കുവാൻ, അറിയുവാൻ ഈ വചനം വായിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. വചനം കേട്ട നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ എത്രമാത്രം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഈ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നവരാണ്,
ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ഞങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയുള്ളവരായി അന്ത്യകാലത്ത് സകല കർത്താവെ മേലിൽ സുവിശേഷം കേട്ട് നിൻ്റെ വരവെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കണ്ട എല്ലാവർക്കും നീ അനുഗ്രഹം നൽകി ആശീർവദിച്ചാണ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.